രണ്ട് വാണിജ്യ കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തി ഇറാൻ. ചൊവ്വാഴ്ച പുലർച്ചെ ഹോർമുസ് കടലിടുക്കിന് സമീപം ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് രണ്ട് വ്യാപാര കപ്പലുകൾക്ക് നേരെ മിസൈലുകൾ പ്രയോഗിച്ചതായി ഒരു മുതിർന്ന US ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള USഉം ഇറാനും തമ്മിലുള്ള ചർച്ചകളെ ഈ ആക്രമണം ബാധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇറാൻ യുദ്ധത്തിന്റെ തുടക്കത്തിൽ മരിച്ച മുൻ സുപ്രീം നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിൽ ഇറാൻ ദുഃഖം രേഖപ്പെടുത്തുന്നതിനിടെയാണ് ആക്രമണം. കുറച്ചുകാലമായി റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഈ പ്രദേശത്തെ കപ്പലുകളെ ഭീഷണിപ്പെടുത്തി വരികയാണ്. ചർച്ചകളെ അട്ടിമറിക്കാൻ ഈ അർദ്ധ സൈനിക വിഭാഗം പ്രവർത്തിക്കുന്നു. ഒമാൻ തീരത്ത് US സൈന്യം സുരക്ഷിതമെന്ന് പ്രഖ്യാപിച്ച പാതയിലൂടെ സഞ്ചരിക്കരുതെന്ന് ഗാർഡ് കോർപ്സ് കപ്പലുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ചൊവ്വാഴ്ചത്തെ ആക്രമണം ഉണ്ടായത്. ഇത് പ്രദേശത്ത് കൂടുതൽ സംഘർഷം സൃഷ്ടിച്ചു. അതേസമയം യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസും ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. UKMTOUയുടെ കണക്കനുസരിച്ച് ഒമാനിലെ ലെമയിൽ നിന്നും ഏകദേശം 8 നോട്ടിക്കൽ മൈൽ കിഴക്കായി ഒരു സംഭവം നടന്നു. തെക്കോട്ട് സഞ്ചരിക്കുകയായിരുന്ന ഒരു ടാങ്കർ കപ്പലിൽ ഇടതുവശത്ത് നിന്നും ഒരു അജ്ഞാത പ്രൊജക്ടൈൽ ഇടിച്ചു. ആഘാതത്തിൽ കപ്പലിന് തീ പിടിച്ചു. ഭാഗ്യവശാൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബന്ധപ്പെട്ട അധികാരികൾ ഇക്കാര്യം അന്വേഷിച്ചു വരികയാണ്. എല്ലാ കപ്പലുകളും ജാഗ്രതയോടെ സഞ്ചരിക്കണമെന്നും സംശയാസ്പദമായ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്നും UKMTO നിർദ്ദേശിച്ചു. ആഗോള എണ്ണ വ്യാപാരത്തിന് സുപ്രധാനമായ പാതയായ ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷയെക്കുറിച്ച് രണ്ട് സംഭവങ്ങളും പുതിയ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. അതേസമയം മുൻ സുപ്രീം നേതാവ് അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ ഒത്തുകൂടിയ രാജ്യത്തെ ഉന്നത നേതാക്കളെ ഒറ്റവെടിക്ക് ഇല്ലാതാക്കാൻ കഴിയുമെന്ന് അവകാശപ്പെട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ഞായറാഴ്ച ഇറാൻ ആഞ്ഞടിച്ചു. ജൂലൈ 4 സ്വാതന്ത്ര്യത്തിന്റെ 250ാം വാർഷികം ആഘോഷിച്ച USന് ഖമേനിയുടെ മരണത്തിൽ ദുഃഖം പ്രകടിപ്പിക്കുന്ന ഒരിക്കലും മനസ്സിലാകില്ലെന്ന് പറഞ്ഞുകൊണ്ട് അർമേനിയയിലെ ഇറാൻ എംബസി എക്സിലെ ഒരു പോസ്റ്റിൽ ട്രംപിനെയും അമേരിക്കയെയും രൂക്ഷമായി വിമർശിച്ചു. കാരണം അവർക്കൊരു നാഗരികതയോ ചരിത്രമോ ബഹുമാനമോ ഇല്ല. ആളുകളെ കൊല്ലാം, പക്ഷേ ആദർശങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ ആയത്തുള്ള ഖമേനിയെ കൊന്നു, പക്ഷേ വാസ്തവത്തിൽ എല്ലായിടത്തും സുഗന്ധം പരത്തുന്ന ഒരു പെർഫ്യൂം കുപ്പി നിങ്ങൾ പൊട്ടിച്ചു. അന്തരിച്ച നേതാവിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ വൻ ജനക്കൂട്ടത്തെ പരാമർശിച്ച് എംബസി പറഞ്ഞു. ആക്സിയോസിസ് നൽകിയ അഭിമുഖത്തിൽ ആയിരക്കണക്കിന് ഇറാനികൾ ഖമേനിയെ വിലപിക്കുന്നത് കണ്ട് താൻ അത്ഭുതപ്പെട്ടുവെന്നും ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് ഈ പരാമർശം. ആളുകൾ ഖമേനിയെ വെറുക്കുന്നുവെന്ന് ഞാൻ കരുതി. ഒരുപക്ഷെ അത് വ്യാജ കണ്ണുനീറായിരിക്കാമെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ ശേഷിക്കുന്ന നേതൃത്വത്തെ ഇല്ലാതാക്കാൻ അമേരിക്ക തീരുമാനിച്ചാൽ ഒറ്റവെടി കൊണ്ട് കഴിയുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ ടെഹ്റാനുമായുള്ള നയതന്ത്ര ഇടപെടൽ തുടരണമെന്നും ആഗ്രഹിക്കുന്നതിനാൽ വാഷിംഗ്ടൺ വിട്ടുനൽകുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. അവരെല്ലാം അവിടെയുണ്ട്, ഒരു വെടി മതി, നമുക്ക് അവരെയെല്ലാം പുറത്താക്കാം. പക്ഷേ ഞങ്ങൾ അത് ചെയ്യാൻ പോകുന്നില്ല. കാരണം അങ്ങനെ ചെയ്താൽ ചർച്ച നടത്താൻ ആരും ഉണ്ടാകില്ല. ഖമേനിയുടെ മൃതദേഹം നിലവിൽ ടെഹ്റാനിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അവിടെ വിലാപയാത്രക്കാരും വിദേശ പ്രമുഖരും അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. ഫെബ്രുവരി 28-ന് US ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ പരമോന്നത നേതാവിനെ ടെഹ്റാൻ, കോം നഫ്ജഫ്, കർബല എന്നിവിടങ്ങളിലൂടെ ഒരാഴ്ച നീണ്ടുന്ന ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ജൂലൈ 9-ന് മഷാദിൽ സംസ്കരിക്കും. അതേസമയം ചടങ്ങിൽ വ്യക്തമായ രാഷ്ട്രീയ പ്രതീകാത്മകത നിറഞ്ഞിരിക്കുന്നു. അലങ്കരിച്ച് കമാന പശ്ചാത്തലത്തിൽ വെളുത്ത പടിക്കെട്ടുള്ള ഒരു വേദിയിൽ സ്ഥാപിച്ചിട്ടുള്ള ശവപ്പെട്ടികൾ ഇറാനിയൻ ദേശീയ പതാകകളും കറുത്ത വിലാപ ബാനറുകളും കൊണ്ട് ചുറ്റപ്പെട്ടിരുന്നു. ഇത് ആ അവസരത്തിന് മതപരവും രാഷ്ട്രീയവുമായ പ്രാധാന്യം ഊട്ടിയുറപ്പിക്കുന്നു. ശത്രു ആക്രമണത്തിൽ ഖമേനിയുടെ മരണം ഷിയ പാരമ്പര്യത്തിന്റെ കേന്ദ്രബിന്ദുവായ രക്തസാക്ഷിത്വത്തെക്കുറിച്ചുള്ള വിവരണത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി. പൊതുവിലാപം, ഘോഷയാത്രകൾ, നെഞ്ചിരിപ്പോടെയുള്ള പ്രാർത്ഥനകൾ, ആചാരപരമായ വിലാപങ്ങൾ എന്നിവ കൂട്ടായ ദുഃഖത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും ശക്തമായ പ്രകടനങ്ങളായി വർത്തിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.